ഹായ്, നിങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? സംഘടനാ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗങ്ങളിൽ, അധ്യാപക സർവീസ് മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരിക്കൽ എൻ്റെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്ങിൽ, ഒരു പ്രസംഗ പരിശീലന പ്രോഗ്രാമിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കയറി വരികയുണ്ടായി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയോട് ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളാണ്, നന്നായിട്ട് ഓർഗനൈസ് ചെയ്യും, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് കിട്ടേണ്ട ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് സ്ഥാനങ്ങൾ, ഒരുപാട് വേദികളിൽ എനിക്ക് നഷ്ടമായതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് വേദിയിൽ കയറിയിട്ട് മനോഹരമായി പ്രസംഗിക്കാനുള്ള കഴിവിൻ്റെ പരിമിതിയാണ്. എനിക്ക് പ്രസംഗിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വയ്ക്കും, ഫണ്ട് ഞാൻ അറേഞ്ച് ചെയ്യും, പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യും, നന്നായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് അവിടെ കയറി ഇന്ന് സംസാരിക്കണം, എനിക്ക് എല്ലാവരോടും നന്നായിട്ട് അഡ്രസ്സ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ തൊണ്ടവരളും മുട്ട് വിറയ്ക്കാൻ തുടങ്ങും, കൈകൾ വിറക്കാൻ തുടങ്ങും, എല്ലാം ചെയ്യും. ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് സദസ്സിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ സ്റ്റേജിൽ തന്നെ അനങ്ങാതിരിക്കുകയോ ചെയ്യും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് കിട്ടേണ്ടുന്ന, രാഷ്ട്രീയമായിട്ട് കിട്ടേണ്ട ഒരുപാട് അവസരങ്ങൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. എനിക്ക് നല്ല പ്രാസംഗികനൊന്നും ആവണ്ട, ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന മീറ്റിങ്ങുകളിൽ, അല്ലെങ്കിൽ ഞാൻ അധ്യക്ഷത വഹിക്കേണ്ട മീറ്റിങ്ങുകളിൽ, ഞാൻ സ്വാഗതം പറയേണ്ട മീറ്റിങ്ങുകളിൽ, എനിക്ക് ആശംസ പറയാൻ അവസരം കിട്ടുന്ന മീറ്റിങ്ങുകളിൽ ഒരു 5 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് മനോഹരമായി ആളുകൾ ആകർഷിപ്പിക്കുന്ന രീതിയിൽ, അവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന രീതിയിൽ പറയാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയാൽ മതി. സ്റ്റേജിൽ കയറി നിന്ന് മനസ്സിലുള്ള കാര്യങ്ങൾ ഒഴുക്കോടെ, സ്വാഗതമാണെങ്കിൽ സ്വാഗതം, അല്ലെങ്കിൽ 2 മിനിറ്റ് അധ്യക്ഷത വഹിക്കുക, അധ്യക്ഷത പ്രസംഗം നടത്തുക, അതുപോലെ തന്നെ ആശംസ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, പരമാവധി ഒരു 10 മിനിറ്റ് കയറി നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സിലുള്ള ആശയമോ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ആശംസയെക്കുറിച്ചോ പറയാനുള്ള ധൈര്യം കിട്ടിയാൽ പോലും എനിക്ക് ഇന്നുള്ളതിനേക്കാളും എത്രയോ വലിയ അവസരങ്ങൾ കിട്ടുമായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുത്തു. വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ട് മാറി. അത് പൂർണ്ണമായിട്ടും മാറി എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നു, പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നു. ചെറിയ ചെറിയ പ്രസംഗത്തിൽ നിന്ന് അത്യാവശ്യം ദൈർഘ്യമേറിയ പ്രസംഗം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പലരും എൻ്റെ പ്രോഗ്രാമിൽ വരാനുണ്ട്. അതുപോലെ തന്നെ ഒരു സർവീസ് സംഘടനാ നേതാവ് വന്നിട്ട് പറഞ്ഞു, ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്, നല്ല ഓർഗനൈസറാണ്, പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യും. പക്ഷെ പ്രസംഗിക്കേണ്ട സമയമാകുമ്പോൾ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ, പേടി കാരണം. ഇതാരോടും പറയാൻ പറ്റില്ലല്ലോ. സ്റ്റേജ് ഫിയർ, എനിക്ക് അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ മുട്ട് വിറക്കും, തൊണ്ട വിറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം കിട്ടില്ല, കണ്ണ് നിറയും, നെഞ്ചിടിപ്പ് കൂടും, കയ്യിലൊക്കെ വിയർപ്പ് വരുമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, മോശമല്ലേ? കാരണം അത്യാവശ്യം പൊസിഷനിലിരിക്കുന്ന നേതാവാണ്. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കേണ്ടി വരുന്ന സങ്കടകരമായ അവസ്ഥയിൽ അദ്ദേഹം വന്നു. സ്പീക്ക് ടു എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും ഒരു ഹൈ പ്രൊഡക്റ്റീവായ രീതിയിലേക്ക് അവരുടെ സ്വാഗതമോ ആശംസയോ നന്ദി പ്രസംഗം, ഇനി അതല്ല, നിങ്ങൾക്കൊരു മനോഹരമായ വലിയ പ്രാസംഗികനാണെന്ന് ആഗ്രഹമെങ്കിൽ അത് എല്ലാത്തിനും സാധിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് സ്പീക്ക് ടു. ഈ വരുന്ന ദിവസങ്ങളിൽ കൊല്ലത്ത് വെച്ചും കോഴിക്കോട് വെച്ചുമൊക്കെ ഈ പ്രോഗ്രാം നടക്കുന്നു. കേരളത്തിൽ പല സമയങ്ങളിലായിട്ട് ഒരുവിധം എല്ലാ നഗരങ്ങളിലും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ, കസാക് ബെഞ്ചാലി. പിന്നെ എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പ്രാസംഗികനാകുക എന്നുള്ളത്. എന്ന് വെച്ചാൽ വളരെ ഫ്ലോയോട് കൂടി ആൾക്കാർ പ്രസംഗം കണ്ടിട്ടുണ്ട്, നേതാക്കന്മാരൊക്കെ. അതുപോലെ എനിക്ക് ആവാൻ പറ്റുമെന്നുള്ള വളരെ ആഗ്രഹമുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഇത് മുമ്പൊക്കെ യൂട്യൂബിലും പലയിടത്തും കണ്ടതുപോലെ ഇടിച്ചു കയറുക, ഒരു അവസരം കളയരുത്, ആ രീതിയിൽ പല സ്റ്റേജ് ഇടിച്ചു കയറി അവസരം കളഞ്ഞില്ല, നല്ലവണ്ണം നാറി കൂല് കേട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഒരാഗ്രഹം ബാക്കി നിൽക്കണം. അങ്ങനെയാണ് ബൈ ചാൻസ് ഒരു ദിവസം, കുറേ വർഷം കൊണ്ട് എനിക്ക് പ്രാക്ടീസ് പറ്റുന്നില്ല, എന്തെങ്കിലും സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായി. അങ്ങനെയാണ് ബെഞ്ചാസാറിനെ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തുടങ്ങുന്ന വാക്കുകൾ, ഗ്യാരണ്ടിയോടുള്ള വാക്കുകൾ എനിക്ക് വിജയിക്കുമെന്ന് തോന്നി. എന്തായാലും നമുക്ക് പോവാം, ഒരു വർഷം പങ്കെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നലെ തന്നെ തയ്യാറായിട്ട് വന്നു. വളരെ പവർഫുള്ളായിരുന്നു. എൻ്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചു, എന്നോട് സാധിക്കുമൊക്കെ പറ്റി. വളരെ തൃപ്തനാണ്. പിന്നെ കൂടാതെ ഈ ഒരു കുതിരയായിരുന്നാലും അതിന് ആഹാരം കൊടുക്കാൻ പറ്റും, വെള്ളം വെച്ചു കൊടുക്കാൻ പറ്റും, എല്ലാം സംവിധാനം ചെയ്യാൻ പറ്റും അങ്ങനെ ജീവിക്കാൻ വേണ്ടി. പക്ഷേ അത് കുടിക്കണോ വേണ്ടി എന്നുള്ളത് കുതിര തീരുമാനിക്കേണ്ടത്. അതടക്കം നമുക്ക് എല്ലാത്തിൻ്റെ ചേരുവയോടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാക്കി പ്രാക്ടീസിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇത്രയും നല്ല ക്ലാസ് വരുന്ന പഞ്ചായത്താണ് നമ്മുടെ എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുക.